ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നീണ്ട ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഗീതു ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു. അങ്ങനെ ആ ഗോവിന്ദൻ്റെ അമ്മ, അതായത് ഗോവിന്ദൻ വെറുക്കുന്ന അമ്മയുടെ പ്രാർത്ഥന സഫലമായി. സകല ദൈവങ്ങളെയും വിളിച്ചുകൊണ്ട് അവരുടെ കണ്ണുനീരണിഞ്ഞ ആ ഒരു പാട്ട് പ്രാർത്ഥനയിലൂടെയാണ് നമ്മുടെ ഗീതുവിന് ബോധം തെളിഞ്ഞത് എന്നുള്ള ആ ഒരു ഇതിൽ ഭയങ്കര സന്തോഷത്തിൽ അവരിങ്ങനെ നിൽക്കുന്നു. എന്തായാലും ഗീതു കണ്ണ് തുറന്നു എന്നുള്ള വാർത്ത കേട്ടതും സകല ദൈവങ്ങളോടും നന്ദി പറഞ്ഞുകൊണ്ട് ആ അമ്മ അങ്ങനെ അവിടെ നിൽക്കുക. ആ സമയം ഗീതു ജീവിതത്തിലേക്ക് തിരിച്ചു മടങ്ങി വരണമെങ്കിൽ, അതായത് ഗീതുവിൻ്റെ ആ സ്വബോധം തിരിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ ഗോവിന്ദ് തന്നെ വിചാരിക്കണം എന്നുള്ള കാര്യം ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഗീതുവിനെ വിളിക്കാനായിട്ട് ഗോവിന്ദൻ, അതായത് വിളിച്ചുണർത്താനായിട്ട് ഗോവിന്ദനെ ICUയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടേക്ക് പോകുമ്പോഴും ഗോവിന്ദനൊരു ടെൻഷനും പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗീതു താൻ വിളിച്ചാൽ കണ്ണ് തുറക്കുമോ, അല്ലെങ്കിൽ ഇവരെല്ലാവരും വിചാരിക്കുന്നത് ഗോവിന്ദനും ഗീതുവും തമ്മിൽ ഭയങ്കര സ്നേഹവും കാര്യങ്ങളും ഒക്കെയാണെന്നാണല്ലോ. പക്ഷേ അത് അങ്ങനെ ആയിരിക്കുമോ എന്നൊക്കെയുള്ളൊരു ആ ഒരു ടെൻഷനുണ്ട് നമ്മുടെ ഗോവിന്ദന്. ഗീതു താൻ വിളിച്ച് എഴുന്നേറ്റില്ലെങ്കിൽ എന്താകും അവസ്ഥ, ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ എന്ത് മറുപടി പറയും, അങ്ങനെ 100 കൂട്ടം ചിന്തകളുമായിട്ടാണ് പാവം നമ്മുടെ ഗോവിന്ദൻ അങ്ങോട്ടേക്ക് പോകുന്നത്. പക്ഷേ ഗോവിന്ദൻ അവിടെ ചെന്ന് നിന്നു. അപ്പോഴത്തേക്കും ഗോവിന്ദനോട് ഡോക്ടർ വിളിക്കാൻ പറഞ്ഞു ഗീതുവിനെ. അങ്ങനെ ഗോവിന്ദൻ ഗീതുവിൻ്റെ അരികിൽ പോയിരുന്ന് ഗീതുവിനെ തട്ടി വിളിക്കുന്നു. അങ്ങനെ കൈകളൊക്കെ ചേർത്തെടുത്ത് കൈകളിലേക്ക് പിടിച്ചിട്ട് വിളിക്കുക. അങ്ങനെ വിളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഗീതു പതുക്കെ ഇങ്ങനെ ചലിക്കാൻ തുടങ്ങി. അതായത് ഗീതുവിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഗോവിന്ദൻ്റെ കൈകൾ ഗീതുവിൻ്റെ കൈകളിലേക്ക് തൊട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഗീതുവിനൊരു ചലനം മാറ്റം വന്നു. പെട്ടെന്ന് ഇവർക്കെല്ലാവർക്കും അതിശയം. വേഗം ഇനി ഇവരിന്ന് ഗോവിന്ദനോട് പറഞ്ഞു, വിളിക്ക് ഗോവിന്ദ, വിളിക്കെന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ഇരുന്ന് നിർബന്ധിക്കാൻ തുടങ്ങി ഗീതുവിനെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഗോവിന്ദൻ അവിടെ ഇരുന്ന് ഗീതുവിനെ വിളിക്കുക. ഗോവിന്ദൻ വിളിക്കും തോറും ഗീതുവിൽ ആ മാറ്റങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഗീതു ഇപ്പോൾ കണ്ണ് തുറക്കുന്ന ആ ഒരു ഇതിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഗീതുവിൻ്റെ കണ്ണുകൾ ഇങ്ങനെ തുറന്നു അടഞ്ഞും വരുന്നു. അപ്പോഴേക്കും ഗോവിന്ദനും ഭയങ്കര പ്രതീക്ഷയായി. ഗോവിന്ദനും ഇങ്ങനെ ഭയങ്കര പ്രതീക്ഷയോടുകൂടി ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് ഡോക്ടറും നേഴ്സുമാരൊക്കെ പറയുന്നുണ്ട്, താൻ വിളിച്ചാൽ ഗീതു ഉണരും, വിളിക്കെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിപ്പിക്കുക. ഗോവിന്ദൻ വിളിക്കുന്നു. അപ്പോഴേക്കും ഗീതുവിൻ്റെ കണ്ണിൽ നിന്ന്, ഈ തുറന്നു വരുന്ന കണ്ണിൽ നിന്നും കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഗീതുവിന് ആ ശബ്ദമൊക്കെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടല്ലോ. അങ്ങനെ എന്തുകൊണ്ടാണ് ഗീതു കരയുന്നത് എന്നുള്ളത് അറിയില്ല. പക്ഷേ ഗീതു നന്നായിട്ട് കണ്ണ് നിറഞ്ഞിങ്ങനെ വരുന്നുണ്ട് ഗീതുവിൻ്റെ. ആ സമയം ഗോവിന്ദനോട് വിളിക്കാൻ ഇവർ നിർബന്ധിച്ച് പറയുന്നതനുസരിച്ച് ഗോവിന്ദൻ വിളിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് നമ്മുടെ ഗീതു ആ പകുതി കണ്ണ് തുറന്നതിൽ നിന്നും പൂർണ്ണമായും കണ്ണ് തുറന്ന ഗീതു നമ്മുടെ ഗോവിന്ദൻ്റെ നേരെ ഇങ്ങനെ നോക്കുക. ഗോവിന്ദൻ്റെ നേരെ ഗീതു നോക്കുന്നു. അതുപോലെ ഗീതുവിനെ നോക്കിക്കൊണ്ട് ഗോവിന്ദൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഈ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഗോവിന്ദനെയൊക്കെ ഗീതു കാണുകയല്ലേ. അങ്ങനെ ഗോവിന്ദൻ എന്ന് പറയുന്ന താൻ വെറുത്ത്, അല്ലെങ്കിൽ തന്നെ വിറ്റു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ അവിടെ നിന്ന് പോകുന്നത്. ഗോവിന്ദനും ഇതിന് കൂട്ടുനിന്നു ഇതൊക്കെ പറഞ്ഞ, അങ്ങനെയൊക്കെ അത് പറഞ്ഞിട്ട് പോകുന്നതിൻ്റേതാവാം ഒരു പക്ഷേ ഗീതുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞത്. അല്ലെങ്കിൽ തനിക്ക് ആരുമില്ലാതായി, അല്ലെങ്കിൽ കിഷോർ ചെയ്തതിനെ കുറിച്ച് ഓർത്ത്, അങ്ങനെ പല കാരണങ്ങളാകാം ഗീതുവിൻ്റെ കണ്ണ് നിറഞ്ഞത്. അപ്പോൾ ഗീതു ജീവിതത്തിലേക്ക് മടങ്ങി വന്നു എന്നുള്ള ഒരു വലിയ ഒരു സന്തോഷത്തിൽ നമ്മുടെ ഗോവിന്ദൻ ഇരിക്കുക. ഈ സമയത്ത് ഗീതുവിൻ്റെ മരണവാർത്ത കേൾക്കാൻ വേണ്ടി രാധികയും വരുണും അവിടെ ഊണുമില്ല ഉറക്കവും ഇല്ലാതെ കാത്തിരിക്കുന്നു. ഫോണാണെങ്കിൽ നിലത്ത് വയ്ക്കുന്നില്ല, എപ്പോൾ വേണമെങ്കിലും കോള് വരാം. ആ സെക്കൻഡ് പറന്ന് പോകണമല്ലോ ഡെഡ് ബോഡി കാണാനായിട്ട്. അതുകൊണ്ട് ഇവർ ഫോണും നിലത്ത് വയ്ക്കാതെ ഇങ്ങനെ കൊണ്ട് നടക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദൻ വേഗം ഡോക്ടറോട് പറഞ്ഞു, അതെ ഗീതു ജീവിതത്തിലേക്ക് മടങ്ങി വന്നു എന്ന് കേൾക്കാൻ ഒരു കൂട്ടം ആൾക്കാർ എൻ്റെ വീട്ടിൽ കാത്തിരിപ്പുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ അമ്മയ്ക്ക് ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചൊന്ന് പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ പാവം ഇത് വിളിച്ച് പറയാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നേ. അപ്പോഴും ഗീതു ഇങ്ങനെ തൻ്റെ മുന്നിൽ നിന്ന് പോകുന്ന ഗോവിന്ദ് സാറിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കിടക്കുക. എന്തായാലും ഗീതു കണ്ണ് തുറന്നു. മറ്റു കാര്യങ്ങളൊന്നും ഓക്കെ ആയിട്ടില്ല, കണ്ണ് തുറന്നു. ഈ സമയത്ത് നമ്മുടെ ഗോവിന്ദൻ്റെ കോള് രാധികയുടെ ഫോണിലേക്ക് വരുന്നു. അപ്പോഴേക്കും എന്തേ കോള് വരുന്നുണ്ട്, അവൾ ചത്തോടാ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അമ്മ ചോദിക്കുമ്പം അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വേഗം ഫോൺ എടുക്കുക, ലൗഡ് സ്പീക്കറിൽ ഇടാൻ പറഞ്ഞു വരുൺ. അത് പറഞ്ഞനുസരിച്ച് അമ്മ കോളെടുത്തിട്ട് ലൗഡ് സ്പീക്കറിൽ വിട്ടു. മോനെ കണ്ണാ, അമ്മ ഇവിടെ എന്താ കണ്ണാ, അവിടെ ഗീതുവിന് എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങളിവിടെ പ്രാർത്ഥനയും വഴിപാടും ഒക്കെ ആയിട്ട് ഇരിക്കുക, അവൾക്കൊന്നും സംഭവിക്കില്ലടാ മോനെ എന്നൊക്കെ പറഞ്ഞ് അമ്മ ഭയങ്കര സോപ്പിങ്ങും കാര്യങ്ങളും മകൻ്റെ മുന്നിൽ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞു, അമ്മയുടെ പ്രാർത്ഥനകളും വഴിപാടുകളും ഒന്നും വിഫലമായി പോയില്ല അമ്മയെന്ന്. അതൊന്നും അങ്ങനെയെന്ന് മനസ്സുകൊണ്ട് ഇവർ ചിന്തിക്കുക. ഗീതു ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണെന്നും ഗീതുവിന് ബോധം വന്നു എന്നുള്ള കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഗീതുവിന് ബോധം വന്നെന്നോ, അപ്പോൾ അവൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലെന്നാണോ നീ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് സംസാരിക്കാനൊക്കെയുള്ള ആ ഒരു കപ്പാസിറ്റിയൊക്കെ പോയി രാധികയ്ക്ക്.
അവൾക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, അമ്മയുടെ പ്രാർത്ഥന ഫലം കണ്ടു, അവൾക്കിപ്പോൾ യാതൊരു പ്രശ്നങ്ങളും ഇല്ല, അവൾ കണ്ണ് തുറന്നു, റെസ്പോണ്ട് ചെയ്തു, മരുന്നുകളോടൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും വരുൺ അവിടെ കിടന്നിങ്ങനെ ഭയങ്കരമായിട്ട് കൈയും കാലൊക്കെ ഇട്ട് അടിക്കുകയാണ് കലി കയറിയിട്ട്. അങ്ങനെ ഭയങ്കര ദേഷ്യത്തോടു കൂടി ഇങ്ങനെ അവിടെ നിന്ന് ഓരോ കോപ്രായങ്ങളൊക്കെ കാണിക്കുക. അമ്മേ ഞാനിപ്പോൾ കണ്ണാ നീ ഇപ്പോൾ ഗീതുവിൻ്റെ അടുത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്മേ ഞാൻ ഗീതുവിൻ്റെ അടുത്തുണ്ട്, ഗീതു ഒന്ന് ഓക്കെ ആയതിനു ശേഷം അമ്മയെ ഞാൻ വിളിച്ച് കാണിച്ച് തരാമെന്ന് പറഞ്ഞു. ആ ശരി മോനെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ വിളിക്കണം കേട്ടോ. ഗീതുവിന് ഇനിയിപ്പോൾ തൽക്കാലം പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ല അമ്മ, അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, ഞാനല്ലേ ഇവിടെ ഉള്ളത്, അമ്മ ടെൻഷൻ ആവണ്ടെന്നും പറഞ്ഞ് ഗോവിന്ദൻ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് രാധികയ്ക്ക് വന്ന കലിപ്പെന്ന് പറഞ്ഞാൽ ഇത്തവണയും അവൾ പണി പറ്റിച്ചല്ലോ എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഇങ്ങനെ പറയുക. അപ്പോൾ പിന്നെ സുവർണയോട് ഈ കാര്യം വിളിച്ച് പറയണമല്ലോ, സുവർണയോട് ഈ കാര്യം വിളിച്ച് പറയാനായിട്ട് തുടങ്ങുന്നു ഇവർ രണ്ടുപേരും കൂടെ. അപ്പോഴേക്കും വരുണിന് അവിടെ കിടന്ന് തുള്ളൽ തുടങ്ങി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇതൊന്നും നടപ്പോടെ കാര്യമല്ലെന്ന്. ഇവളെന്താമേ എന്തെല്ലാം കാണിച്ചിട്ടും മരിക്കാത്തതൊന്നും ചോദിച്ചുകൊണ്ടിങ്ങനെ മകൻ ചോദിച്ചപ്പോൾ അവളുടെ ആയുസിൻ്റെ ബലത്തിൽ അവൾ രക്ഷപ്പെട്ടു പോരുന്നതാണെന്ന് അമ്മ മകനോട് പറയണം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചിട്ട് വേഗം സുവർണയുടെ നമ്പർ എടുത്ത് വിളിച്ചു. നീ ചെയ്തത് വീണ്ടും വിഫലമായി പോയി സുവർണയെ എന്ന് പറയാനായിട്ട്. അങ്ങനെ സുവർണയെ വിളിച്ചിട്ട് സുവർണയോട് കാര്യം പറയുക. ഗീതു ബോധം തെളിഞ്ഞു എന്നാണ് പറഞ്ഞത്, പെട്ടെന്ന് തന്നെ ഗീതുവിനെ കൊല്ലാനുള്ള ഏർപ്പാടുകൾ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തോളണം, ഇത്രയും ചെയ്ത് നീ അത് ബാക്കിയും കൂടെ പൂർത്തീകരിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും സുവർണ പെട്ടു. ദൈവമേ ഞാനെങ്ങനെ ഇനി അവളെ കൊല്ലും? ഇതുമായിട്ട് സുവർണയ്ക്ക് യാതൊരു ബന്ധവും ഇല്ല, പിന്നെ ഞാൻ എങ്ങനെ കൊല്ലും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുക. ആ ശരി മാം, ഞാൻ അത് വേണ്ടുന്നതുപോലെ തന്നെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ആശാത്തി ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ ഈ ഫോൺ കട്ട് ചെയ്ത സമയത്ത് അജാസ് ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അജാസ് ചോദിച്ചു എന്താ കാര്യമെന്ന്. അജാസിനോട് സുവർണ കാര്യം പറഞ്ഞു. എന്തായിരുന്നു അഹങ്കാരം, ഇപ്പം തന്നെ ഗീതുവിനെ മറവ് ചെയ്യാമെന്നുള്ളൊരു ഇതായിരുന്നല്ലോ, എന്താ ഗീതുവിനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലേ എന്നൊക്കെ ചോദിച്ചു. അവളുടെ ആ ഒരു രോമത്തിൽ തൊടാൻ പോലും നിന്നെക്കൊണ്ടൊന്നും കഴിയില്ലെന്നും അജാസു പറയുക. അങ്ങനെ അജാസിന് കുറേ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി കേട്ടോ. ഈ ഒരു ആക്സിഡൻറ്റോടുകൂടി ചില കാര്യങ്ങളിലൊക്കെ വ്യക്തത വന്നതോടുകൂടി അജാസിൻ്റെ സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റവും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ ഇനിയിപ്പം ഈ ചേതൻ ഗ്രൂപ്പിൻ്റെ സ്പൈ ആയി നിന്നുകൊണ്ട് നീ ചതിക്കാൻ നോക്കുന്നവരൊന്നും നിന്റെ ചതിക്കെണിയിൽ പെടില്ലെന്നുള്ള കാര്യങ്ങളും പറയുവാണ് അജാസ് സുവർണയോട്. എന്നിട്ട് ഇവർ ഈ ഒരു സംസാരിച്ചു കാര്യങ്ങളും കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഈ സമയത്ത് വീണ്ടും അമ്മയും മകനും കൂടെ അവിടെ കിടന്നിങ്ങനെ ഭയങ്കരമായിട്ട് കലിപ്പ് കയറി എന്താ ചെയ്യേണ്ടതെന്നറിയാത്തൊരിതിലിങ്ങനെ നിൽക്കുക. എന്തായാലും രേഖയും അതുപോലെ അയ്യപ്പേട്ടനും എല്ലാവരും ഗീതു രക്ഷപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞു. അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇതേ സമയത്ത് താൻ പ്രാർത്ഥിച്ച് തൻ്റെ മരുമകളെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു എന്നുള്ള ആ ഒരു ഇതിലിരിക്കുന്ന നമ്മുടെ വിജയലക്ഷ്മിക്ക് അവളെ ഒരു നോക്കൊന്ന് കാണണ്ടേ, അവൾ കാണാനുള്ള ആ ഒരു ആകാംക്ഷ ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ഗീതുവിനെ ആദ്യമായി കണ്ടത് ഏതൊരവസ്ഥയിലാണെന്നും ഇനിയിപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഗീതുവിനെ കാണേണ്ടി വരില്ലല്ലോ, എങ്ങനെയൊക്കെ 100 കൂട്ടം കാര്യങ്ങളൊക്കെ അവരിരുന്ന് ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും അങ്ങോട്ടേക്ക് പോകണമെന്ന്. അപ്പോൾ ഡോക്ടർ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞതാണല്ലോ. അപ്പോൾ കൂടെയുള്ളവർ ചോദിച്ചു, മേഡം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്, മേഡം അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേഡത്തിൻ്റെ ശത്രു എന്നുള്ള രീതിയിൽ നിൽക്കുന്ന അദ്ദേഹം എന്ത് ചെയ്യും, അദ്ദേഹം സമ്മതിക്കുമെന്നൊക്കെ ചോദിച്ചപ്പോൾ അതൊന്നും ഇപ്പോൾ തൻ്റെ വിഷയമല്ലെന്നും എന്ത് സംഭവിച്ചാലും ആരുടെയൊക്കെ കണ്ണ് വെട്ടിച്ചിട്ടാണെങ്കിലും കാണേണ്ട ആളെ ഞാൻ പോയി കണ്ടിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിജയലക്ഷ്മി അങ്ങനെ പറയാം. അങ്ങനെ ദേ നമ്മുടെ ഗീതു ജീവിതത്തിലേക്ക് മടങ്ങി വന്ന ഗീതുവിനെ കാണാനായിട്ട് വിജയലക്ഷ്മി അങ്ങനെ അങ്ങ് പോണു. ഈ സമയത്ത് രാധികയും അതുപോലെ വരുണും അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ഭ്രാന്തിളകി കിടന്ന് ആലോചിക്കും, ഇനി എങ്ങനെ ഗീതുവിനെ കൊല്ലും, ഇനി എങ്ങനെ ഗീതുവിനെ കൊല്ലും. ഈ ഒരു അവസ്ഥയിൽ ഇനി ഗോവിന്ദൻ ഗീതുവിനെ വിട്ടുകളയില്ല, തൻ്റെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരും. അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളതൊന്നും അറിയത്തില്ല. അങ്ങനെ മൊത്തത്തിൽ കൺഫ്യൂഷനും മൊത്തത്തിൽ ടെൻഷനും, എന്താ പറയുക, അവർക്ക് തന്നെ അറിയത്തില്ല അവരെന്തൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അങ്ങനെ അവരുടെ ജീവിതത്തിൽ മൊത്തത്തിൽ ആ ഒരു ഇതിങ്ങ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ സമയത്ത് കണ്ണ് തുറന്ന് പതുക്കെ ആ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന ഗീതു ഗോവിന്ദൻ്റെയോട് ഗോവിന്ദ് സാർ എന്നും പറഞ്ഞിങ്ങനെ വിളിക്കുക. അപ്പോഴേക്കും വേഗം എല്ലാവരും ഇങ്ങനെ അമ്പരപ്പോട് കൂടി നോക്കുന്നു. വീണ്ടും നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ അവിടെ നിൽക്കുന്നത് കണ്ട് ഡോക്ടർ വിളിപ്പിച്ച് ഗീതുവിൻ്റെ അരികിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഗീതുവിൻ്റെ അരികിൽ ഗോവിന്ദൻ ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും ദേ ഗോവിന്ദ് സാർ എന്നും പറഞ്ഞ് കണ്ണ് തുറന്ന ഗീതു ഇങ്ങനെ വിളിക്കുന്നു. ആ പറയുന്നത് കേട്ട് നമ്മുടെ ഗോവിന്ദൻ പോലും അന്താളിച്ചു പോയി. കാരണം ഗോവിന്ദൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കണ്ണ് തുറക്കുന്ന ഉടനെ ഗീതു തൻ്റെ പേരെടുത്ത് വിളിക്കുമെന്നുള്ള കാര്യം. അങ്ങനെ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന നമ്മുടെ ഗീതുവിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും എവിടെയോ
ആ ഗോവിന്ദേട്ടനോടുള്ള സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ ഗോവിന്ദന് മനസ്സിലായി. പിന്നെ അങ്ങോട്ട് ഗീതുവിൻ്റെ അരികിൽ നിന്ന് മാറാനോ ഗീതുവിനെ ശുശ്രൂഷിക്കാതിരിക്കാനോ ഗോവിന്ദന് കഴിയുന്നില്ല. ഗീതുവിൻ്റെ അരികിൽ തന്നെ ഏത് നേരം ഇരിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ഗീതുവിൻ്റെ ആ ഒരു നില ഏകദേശമൊക്കെ ഓക്കെ ആയതുകൊണ്ട് തന്നെ ഗീതുവിൻ്റെ അരികിലേക്ക് ഇനിയിപ്പോൾ ഗോവിന്ദന് ചെല്ലുകയും അതല്ലെങ്കിൽ അടുത്തിരിക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലേക്കാക്കി. കാരണം ഗോവിന്ദൻ അടുത്ത് വേണം ഗീതു ഇനിയും കൂടുതൽ ഇമ്പ്രൂവ് ആവണമെന്നുണ്ടെങ്കിൽ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കുന്നു. ഈ സമയത്ത് പിന്നെ രേഖയും അതുപോലെ കാഞ്ചനയും കൂടി പ്രിയയ്ക്ക് ഭയങ്കര സങ്കടമാണല്ലോ. പ്രിയയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇങ്ങനെ ഗീതു ബോധം തെളിഞ്ഞു, ഗീതുവിന് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെയുള്ള ഒരു ഇതിൽ. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ളൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കഥ വരുന്നുണ്ട്. എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.